അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് അഹ്മദ് ബിൻ ഹുസൈൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു നമ്മെ പറഞ്ഞു തരുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്ന റജുലൻ അഅമ ഫിൽ ഹജറാൻ യുഖാലു ലഹു ഇബ്നു നുഅ്മാൻ. ഹജറാൻ എന്ന നാട്ടിൽ ഒരു കുരുടനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹമോ നല്ല ഇൽമിനോട് താല്പര്യമുള്ള ആളാണ്. ഇൽമു പഠിക്കണമെന്ന് വലിയ കൊതിയുള്ള ഒരാളായിരുന്നു. വകാന യസീറു കുല്ല യൗമിൻ ഇലാ ഖൈദൂൻ ഫയഅതി ലഹു ബിമസ്അലത്തിൻ വാഹിദത്തിൻ മിനൽ ഇൽമ. ഇദ്ദേഹം എല്ലാ ദിവസം ഖൈദൂൻ എന്ന നാട്ടിലേക്ക്, തൻ്റെ ഹജറാൻ എന്ന നാട്ടിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. എത്രയാണ് ഈ നാട്ടിൻ്റെ ഇടയിലുള്ള വൈദൂരം? ഏകദേശം 4 മണിക്കൂറോളം വൈദൂരമുണ്ട്. അങ്ങനെ ആ നാട്ടിലേക്ക് ഈ കുരുടനായ മനുഷ്യന് എല്ലാ ദിവസവും പോവുകയാണ്. പക്ഷെ ഒന്നും കൂടി ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ ദിവസവും പോയി ഒരു ഇൽമു മാത്രമേ പഠിക്കുകയുള്ളൂ. എന്തേ കാരണം? വെറുതെ കുറെ പഠിക്കുകയല്ല, പഠിച്ച് അത് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് നിർബന്ധമാണ്. അങ്ങനെ ഒരു ദിവസം പോയി ഒരു ഇൽമു പഠിക്കും, അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, എന്നിട്ട് പിറ്റേ ദിവസം പോകും. അങ്ങനെ എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് കൊണ്ടുപോയിരുന്ന അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു. കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ഖൈദൂൻ എന്ന നാട്ടിലേക്ക്. അങ്ങനെ ഒരു ദിവസം ഇൽമു പഠിക്കാൻ വേണ്ടി അങ്ങനെ രാവിലെ പോയപ്പോൾ ഒരു മദ്യത്തിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിനേക്ക് പാത്താൻ മുട്ടുകയാണ്, മൂത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പം മകള് പറഞ്ഞു, നിക്ക് വാപ്പ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്ഥലങ്ങളൊക്കെ ഒരുക്കുക, കാരണം മൂത്രങ്ങളൊക്കെ ചരിക്കാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് നിങ്ങളത് അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരുമെന്നും പറഞ്ഞു. ആ മകള് വേണ്ട വ്യവസ്ഥകളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ബാപ്പ അവിടെ നിന്ന് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ വീട്ടിയപ്പോൾ തൻ്റെ ബാപ്പ മകളോട് പറഞ്ഞു, മോളെ, ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇത് മകൾക്ക് വല്ലാത്ത അതിശയമേ. അല്ല ബാപ്പ, എല്ലാ ദിവസവും നിങ്ങളൊരു ഇൽമു പഠിക്കാൻ വേണ്ടി ഖൈദൂൻ എന്ന നാട്ടിലേക്ക് നിർബന്ധത്തോടു കൂടി പോകുന്നവരാണല്ലോ, ഇന്നെന്തേ വേണ്ട എന്ന് പറഞ്ഞത്? അപ്പോഴാണ് ആ വാപ്പ പറഞ്ഞു, അല്ല മോളെ, ഞാൻ എന്നും പോയിട്ട് ഒരു ഇൽമല്ലേ പഠിക്കുക, അതല്ലേ പഠിച്ച് ഞാൻ തിരിച്ചു വരിക. എന്നാൽ ഇന്നെനിക്ക് ഈ വൈമധ്യ തന്നെ നിന്നെ കൊണ്ടൊരു ഇൽമ എനിക്ക് കിട്ടി. അതായത് മൂത്രങ്ങളൊക്കെ ധരിക്കാൻ പാടില്ല, അത് നജസാണ്, അത് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം എന്നൊരു വിഷയമൊക്കെ എനിക്ക് വളരെ ഗൗരവത്തോടു കൂടെ ആ ഇൽമ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഇന്നത്തെ ഇൽമ എനിക്ക് നീ പഠിപ്പിച്ചല്ലോ, അത് മതി, ഇന്നത്തെ ഇൽമു എനിക്കായിട്ടുണ്ട്, നമ്മൾ തിരിച്ചു പോവുക എന്ന് ആ മകളെ വിളിച്ചുകൊണ്ട് ആ കുരുടനായ മനുഷ്യൻ, ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പോയൊരു സന്ദർഭം ആ സംഭവം ബഹുമാനപ്പെട്ടവന് വിവരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒന്ന്, നല്ല ഇൽമിനോട് താല്പര്യമുള്ളവരാകണം. 2, പഠിച്ച ഇൽമ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാകണം. ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇൽമു പഠിക്കുന്നതിൽ എത്ര താല്പര്യമായിരുന്നു, നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, പക്ഷെ എന്നിട്ടും നാം ഇൽമു പഠിക്കുന്നതിൽ മടിയന്മാരാകുന്നു. അത് വലിയൊരു അപകടമാണ്. അങ്ങനെ ആയിപ്പോകരുത്. നിർബന്ധമായ എല്ലാ കാര്യങ്ങളും നാം പഠിച്ചിരിക്കണം. അതല്ലേ ഒരു മുഅ്മിനിൻ്റെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.